എല്ലാ കാലത്തും ഗോൾ വേട്ടക്കാരുടെ കാര്യത്തിൽ ധാരാളിത്തമുള്ള രാജ്യമാണ് അർജന്റീന. പുതിയ കാലത്തിൽ ലയണൽ മെസ്സി, ഡി മരിയ, ലൗച്ചിറോ മാർട്ടിനസ്, ജൂലിയൻ അൽവാരസ്, അലക്സാൻഡ്രോ ഗർനാച്ചോ തുടങ്ങിയ താരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇക്കഴിഞ്ഞ സീസണിൽ റോമയ്ക്കായി മികച്ച പ്രകടനം നടത്തിയ ഡിബാലയെ പുറത്തിരുത്തിയാണ് സ്ക്വാഡ് പ്രഖ്യാപിച്ചതെന്നത് അർജന്റീന മുന്നേറ്റനിരയുടെ മികവ് വ്യക്തമാക്കുന്നു. മികച്ച താരങ്ങളുള്ളതിനാൽ തന്നെ സ്ക്വാഡിനുള്ളിൽ മത്സരവും കൂടുതലാണ്. മുന്നേറ്റനിരയിൽ ലയണൽ മെസ്സി ഒഴികെ മറ്റൊരു താരത്തിനും സ്ഥാനം ഉറപ്പില്ല. കഴിഞ്ഞ മത്സരത്തിൽ ഏഞ്ചൽ ഡി മരിയയെ ബെഞ്ചിലിരുത്തി നിക്കോ ഗോൺസാലസിനെ ഇറക്കിയത് ഇതിന് ഉദാഹരണമാണ്. ഫോർവേഡുകളുടെ കാര്യത്തിലും ഇത്തരത്തിൽ റൊട്ടേഷനുകൾ ഉണ്ടാകാറുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച 2 സ്ട്രൈക്കർമാരായ അൽവാരസ്, ലൗച്ചിറോ എന്നിവരാണ് അർജന്റീന ടീമിൽ ഈ സ്ഥാനത്തിനായി പൊരുതുന്നത്. എന്നാൽ ഈ താരങ്ങൾക്കിടയിൽ യാതൊരു ഈഗോയുമില്ലെന്ന് കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം വ്യക്തമാക്കുന്നു. ചിലയ്ക്കെതിരെ ലൗച്ചിറോ വിജയ ഗോൾ നേടിയപ്പോൾ ബെഞ്ചിലിരുന്ന് ആദ്യം ആഘോഷിച്ചത് അൽവാരസ് ആയിരുന്നു. ഖത്തർ ലോകകപ്പ് വരെ അർജന്റീന ടീമിന്റെ പ്രധാന സ്ട്രൈക്കർ ലൗച്ചിറോ മാർട്ടിനസ് ആയിരുന്നു. എന്നാൽ ലോകകപ്പിൽ ലൗച്ചിറോ നിറമങ്ങിയപ്പോൾ ആ സ്ഥാനത്തേക്ക് വന്ന അൽവാരസ് ടൂർണമെന്റിൽ ഗംഭീര പ്രകടനം നടത്തി. ലൗച്ചിറോയെ അപേക്ഷിച്ച് വർക്ക് റേറ്റ് കൂടുതലുള്ള അൽവാരസിനെ അതിനുശേഷം സ്കലോണി കൂടുതൽ പരിഗണിക്കാനും തുടങ്ങി. കോപ്പ അമേരിക്കയിൽ ആദ്യ 2 മത്സരങ്ങളിലും അൽവാരസ് ആദ്യ ലെവലിൽ ഇറങ്ങിയപ്പോൾ 2 മത്സരങ്ങളിലും ഗോൾ കണ്ടെത്തിയത് പകരക്കാരനായി എത്തിയ ലൗച്ചിറോയാണ്. ടീമിനു വേണ്ടി എല്ലാ താരങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നത് തന്നെയാണ് അർജന്റീനയുടെ കാര്യത്തിന് പിന്നിലെ കാരണവും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.